കാലത്തിൻ്റെ അനന്തമായ താളുകളിൽ മനുഷ്യൻ കേവലം ഒരു നാടോടിയായി അലഞ്ഞു തിരിഞ്ഞിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. വന്യമൃഗങ്ങളെപ്പോലെ ഇരതേടി പ്രകൃതിയുടെ കോപങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന മനുഷ്യൻ. എന്നാൽ സഹസ്രാബ്ദങ്ങളുടെ യാത്രയ്ക്കൊടുവിൽ അവൻ്റെ ആ ക്ഷീണിച്ച കാലുകൾ പുതിയ മണ്ണിൽ പതിച്ചു. ചരിത്രം അവിടെ വഴിമാറുകയായിരുന്നു. ടൈഗ്രിസ് യൂഫ്രട്ടസ് മഹാനദികൾക്കിടയിൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ആ സ്വർഗഭൂമി അവൻ കണ്ടു. ഫെർട്ടൈൽ ക്രിസന്റ് എന്ന് ലോകം പിന്നീട് വിളിച്ച ആ അർദ്ധചന്ദ്രാകൃതിയിലുള്ള തീരം. ഇന്നത്തെ ഇറാഖും സിറിയയും കുവൈറ്റും ഉൾപ്പെടുന്ന ആ വിശാലമായ ഭൂപ്രദേശം മനുഷ്യൻ്റെ തലവര മാറ്റി എഴുതാൻ കാത്തിരിക്കുകയായിരുന്നു. BC 10,000-ത്തിനടുത്ത് നദീതീരത്ത് ആദ്യമായി കാൽകുത്തിയ മനുഷ്യൻ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞു. ഇനി അലയേണ്ടതില്ല. അവൻ ആ മണ്ണിൽ വിത്തെറിഞ്ഞു. അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. മഴ കുറവായ ഭൂമിയിൽ കുതിച്ചൊഴുകുന്ന നദികളെ മെരുക്കാൻ അവൻ തീരുമാനമെടുത്തു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി കൃത്രിമ ജലസേചന കനാലുകൾ ആ തീരത്ത് പിറവിയെടുത്തു. രണ്ട് നദികൾക്കിടയിലുള്ള നാട് എന്നർത്ഥം വരുന്ന ആ മഹാ ഇതിഹാസം അവിടെ ജനിക്കുകയായി, മെസപ്പൊട്ടോമിയ. നദികളെ മെരുക്കാൻ പഠിച്ച മനുഷ്യൻ്റെ ബുദ്ധി പിന്നീട് അവന് അത്ഭുതങ്ങളിലേക്ക് നയിച്ചു. കനാലുകളിലൂടെ കുതിച്ചൊഴുകിയ ടൈഗ്രിറ്റീസിലെയും യൂഫ്രട്ടീസിലെയും വെള്ളം വെറും മണ്ണിൽ ജീവൻ തുടിക്കുന്ന ബാർലി, ഗോതമ്പ് പാടങ്ങളായി മാറി. പ്രകൃതിയോട് മല്ലിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. പന്നികളും ചെമ്മരിയാടുകളും അവന് ഭക്ഷണവും വസ്ത്രവും നൽകി. കാർഷികോൽപ്പന്നം കുതിച്ചുയർന്നതോടെ വിശപ്പിൻ്റെ വിളി അവസാനിച്ചു. വയറു നിറഞ്ഞ മനുഷ്യൻ്റെ തലച്ചോറ് പുതിയ ചിന്തകളിലേക്ക് വന്നു. എല്ലാവരും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ശാസ്ത്രീയമായ സത്യം അവൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് മൺപാത്ര നിർമ്മാണവും വസ്ത്രനിർമ്മാണവും പോലുള്ള പുതിയ തൊഴിലുകൾ ഉടലെടുക്കുന്നത്. BC 5400 ആയപ്പോഴേക്കും ഈ കൂട്ടായ്മ ഒരു വലിയ ജനവാസ കേന്ദ്രമായി മാറി. എറിഡു, ചരിത്രകാരന്മാർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്ന് ആ ഭൂമിയിൽ ഉയർന്നു വന്നു. മണ്ണും ചെളിയും കുഴച്ചെടുത്ത് അവൻ തൻ്റെ ആദ്യത്തെ സ്ഥിരമായ മേൽക്കൂരകളും പണിതുയർത്തി. എറിഡുവിൽ തുടങ്ങിയ ആ കുതിപ്പ് പിന്നീട് വാസ്തുവിദ്യയുടെ വിപ്ലവമായി മാറി. നദീതീരത്തെ ചെളിയിൽ തീർത്ത ചെറിയ കുഴലുകളിൽ നിന്നും മനുഷ്യൻ ഉണങ്ങിയ ഇഷ്ടികകൾ എന്ന പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് ചുവടുവെച്ചു. ഉബൈദ് കാലഘട്ടം എന്ന് ശാസ്ത്രം വിളിക്കുന്ന ആ സമയത്ത് നിന്ന് BC 4000-ത്തിലേക്ക് എത്തുമ്പോൾ ചരിത്രം ഉറൂഖ് എന്ന മഹാനഗരത്തിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ നഗരമായി ഉറൂഖ് മാറി. ഇന്നത്തെ ഏതൊരു ആധുനിക നഗരത്തെയും ഓർമ്മിപ്പിക്കും വിധം 40,000-ത്തിലധികം മനുഷ്യർ ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് ജീവിച്ച ഒരു മഹാനഗരം. പുരാവസ്തു ഗവേഷകർ ആ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് മനുഷ്യൻ്റെ അസാമാന്യമായ സംഘടനാ പാടവത്തിലേക്കാണ്. വെറുമൊരു കാർഷിക ഗ്രാമത്തിൽ നിന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വാസ്തുവിദ്യാ വിസ്മയങ്ങളുള്ള ഒരു സാമ്രാജ്യമായി ഉറൂഖ് വളരുകയായിരുന്നു. എന്നാൽ സമ്പത്തും ജനസംഖ്യയും വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും ഭയവും വർദ്ധിച്ചു. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉറൂഖ് നഗരത്തിനു ചുറ്റും പടുകൂറ്റൻ മതിലുകൾ ഉയർന്നു. എന്നാൽ നഗരത്തിൻ്റെ ജീവനാഡിയാകട്ടെ മതിലുകൾക്കിടയിലുള്ള കൂറ്റൻ ക്ഷേത്ര സമുച്ചയങ്ങളുമായിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുഴുവൻ നിയന്ത്രണവും ആ ക്ഷേത്രങ്ങളിലായിരുന്നു. കർഷകർ തങ്ങളുടെ വിയർപ്പിൻ്റെ ഫലമായ വിളവുകൾ നികുതിയായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ഈ കൂമ്പാരമായി കിടക്കുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കാനും വിതരണം ചെയ്യുവാനും അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ഉദ്യോഗസ്ഥർ വേണ്ടിവന്നു. അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി അക്കൗണ്ടിംഗ് എന്ന ശാസ്ത്രീയ ശാഖ ജനിക്കുന്നത്. കൃത്യമായ അളവുകളും തൂക്കങ്ങളും അവിടെ രൂപപ്പെട്ടു. തങ്ങളുടെ സമ്പത്താരും മോഷ്ടിക്കാതിരിക്കാൻ അവർ സിലിണ്ടർ സീലുകൾ എന്ന അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തി. കളിമണ്ണുരുട്ടി പതിപ്പിക്കുന്ന ആ മുദ്രകൾ ഓരോ വ്യക്തിയുടെയും ഔദ്യോഗിക ഒപ്പായി മാറി. ആധുനിക ലോകത്തിൻ്റെ സാമ്പത്തിക അടിത്തറ അവിടെ ചെളിമണ്ണിൽ രേഖപ്പെടുത്തുകയായിരുന്നു. BC 3500 ആയപ്പോഴേക്കും മെസപ്പൊട്ടോമിയൻ മണ്ണിൽ മനുഷ്യ ചരിത്രത്തെ തന്നെ കീഴ്മേൽ മറിച്ച ഒരു കണ്ടുപിടുത്തം സംഭവിച്ചു. ചക്രം ഗതാഗതത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുശവന്റെ ചക്രമായിട്ടാണ് ഇത് ആദ്യം പിറന്നത്. എന്നാൽ അധികം വൈകാതെ ആ ചക്രങ്ങൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കപ്പെട്ടു. ഭാരങ്ങൾ വലിച്ചു നീക്കാൻ തുടങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതുപോലെ നദികളിലൂടെ കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കാൻ അവർ പായക്കപ്പലുകൾ നിർമ്മിച്ചു. വാണിജ്യം അതിരുകൾ ഭേദിച്ച് സജീവമായി. ഇതിനേക്കാളുമൊക്കെ അത്ഭുതമായ ശാസ്ത്രീയ മുന്നേറ്റം ലോഹപ്പണിയിലായിരുന്നു. ചെമ്പും ടിന്നും ഉരുക്കി ചേർത്ത് അവർ വെങ്കലം എന്ന ശക്തമായ ലോഹം കണ്ടെത്തി. ഭൂമിയിൽ ആദ്യമായി വെങ്കല ആയുധങ്ങൾ മിന്നിത്തിളങ്ങി. കല്ലിൻ്റെയും മരത്തിൻ്റെയും ആയുധങ്ങൾ മാറ്റിവെച്ച് ചരിത്രം ഗാംഭീര്യമുള്ള വെങ്കല യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയായിരുന്നു അത്. BC 2900-ത്തിലേക്ക് കടന്നപ്പോൾ തെക്കൻ മെസപ്പൊട്ടോമിയ സുമേറിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇയർലി ഡൈനാസ്റ്റിക് പീരീഡ് എന്ന കാലഘട്ടത്തിൽ
ഉറൂഖ്, ഊർ, കീഷ്, ലങ്കാഷ് എന്നിങ്ങനെ അതിശക്തമായ നഗരരാഷ്ട്രങ്ങൾ അവിടെ തലയുയർത്തിയിരുന്നു. ഓരോ നഗരത്തിനും അവരുടേതായ രാജാവും ഒന്നിനൊന്നും മെച്ചപ്പെട്ട സൈന്യവും കൃത്യമായ ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു. വെള്ളത്തിനും ഫലഭൂയിഷ്ഠമായ മണ്ണിനും വേണ്ടി ഈ നഗരങ്ങൾ തമ്മിൽ ചോര ചീന്തുന്ന നിരന്തരമായ യുദ്ധങ്ങൾ നടന്നു. പ്രതിരോധത്തിൻ്റെ വൻമതിലുകൾ ആകാശത്തോളം ഉയർന്നു. എന്നാൽ ആ യുദ്ധങ്ങളെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ഇടയിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആയുധം ജനിച്ചു: അക്ഷരങ്ങൾ. അതെ, മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായ ലിപി അവിടെ സുമേറിയയിൽ പിറവിയെടുത്തു. ക്യൂണിഫോം എന്ന് ലോകം വാഴ്ത്തിയ ആ ലിപി മനുഷ്യചിന്തകളെ ആദ്യമായി കാലത്തിനതീതമായി സംരക്ഷിക്കാൻ തുടങ്ങി. ആശയവിനിമയം നടത്താൻ വെറും ചിത്രങ്ങൾ വരച്ചിരുന്ന മനുഷ്യൻ പതുക്കെ പതുക്കെ അത് ആപ്പ് ആകൃതിയിലുള്ള ചിഹ്നങ്ങളാക്കി മാറ്റി. നനഞ്ഞ കളിമൺ ഫലകങ്ങളിൽ ഞങ്ങണയുടെ തണ്ടുകൾ ഉപയോഗിച്ച് അവർ ചരിത്രം എഴുതി തുടങ്ങി. ആ ഫലകങ്ങൾ വെയിലത്തുണക്കിയും തീയിലിട്ടും അവർ അനശ്വരമാക്കി. വ്യാപാര കണക്കുകളും നികുതി രേഖകളും അവർ കൃത്യമായി എഴുതി വെച്ചു. എന്നാൽ ചരിത്രത്തിലാദ്യമായി പേര് രേഖപ്പെടുത്തിയ വ്യക്തി ഒരു മഹാരാജാവോ പടത്തലവനോ അല്ല, മറിച്ച് ഉഷിം എന്നു പേരുള്ള ഒരു സാധാരണ അക്കൗണ്ടൻ്റാണ്. ഉറുക്കിലെ ചരിത്രപ്രസിദ്ധമായ വൻമതിലുകൾ പണിത ഇതിഹാസ നായകൻ ഗീൽഗമേഷ് വെറുമൊരു മിത്തല്ല, യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണെന്ന് ഈ കളിമൺ രേഖകൾ ഇന്നും ആധുനിക ലോകത്തോട് വിളിച്ചു പറയുന്നു. ഓരോ ഫലകവും ഓരോ അക്ഷരവും മനുഷ്യൻ്റെ ബുദ്ധിയെ അനശ്വരമാക്കുന്ന തെളിവുകളായിരുന്നു. എഴുത്തുവിദ്യ വികസിച്ചതോടെ സുമേറിയക്കാർ തങ്ങളുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പുരാവസ്തു ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന സുമേറിയൻ കിങ് ലിസ്റ്റ് എന്ന ശിലാഫലകം ലോകത്തിന് ലഭിക്കുന്നത്. ഭരണാധികാരികളെ അവർ ലുഗൻ അഥവാ വലിയ മനുഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. അവർ ദൈവങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധികൾ മാത്രമായിരുന്നു. അതുപോലെ അവരുടെ വാസ്തുവിദ്യാ മികവിൻ്റെ ഏറ്റവും വലിയ ഗാംഭീര്യം കുടികൊള്ളുന്നത് അവർ പണിതുയർത്തിയ സിഗുറാത്തുകളിലാണ്. വിശാലമായ പരന്ന ഭൂമിയിൽ ഒരു കൃത്രിമ പർവ്വതം പോലെ അവർ ആ പടുകൂറ്റൻ സ്മാരകങ്ങൾ നിർമ്മിച്ചു. തട്ടുതട്ടുകളായി പണിത ആ പിരമിഡാകൃതിയിലുള്ള നിർമ്മിതികളുടെ ഏറ്റവും മുകളിൽ അവർ തങ്ങളുടെ ദൈവങ്ങളെ കുടിയിരുത്തി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സംഹാരരൂപിയായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തങ്ങളുടെ വിശ്വാസങ്ങളെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ മനുഷ്യർ കണ്ടെത്തിയ അതിഗംഭീരമായ ആർക്കിടെക്ചറൽ വിസ്മയമായിരുന്നു സിഗുറാത്തുകൾ. സിഗുറാത്തുകളുടെ നിർമ്മാണമാകട്ടെ വെറുമൊരു കല്ലുവെക്കലായിരുന്നില്ല. ചൂളയിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ ഉപയോഗിച്ച് അവ തമ്മിൽ ഒട്ടിക്കാൻ ടാർ അഥവാ ബിറ്റുമിൻ വരെ ഉപയോഗിച്ചാണ് ആ മഹാസൗധങ്ങൾ അവർ പണിതത്. വാസ്തുവിദ്യയിൽ മാത്രമല്ല, ഗണിതശാസ്ത്രത്തിലും സുമേരിയക്കാർ ആധുനിക മനുഷ്യനെ പോലും ഞെട്ടിച്ചു. ഇന്ന് നാം ഓരോ ദിവസവും ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ കണക്കുകൾ, 1 മിനിറ്റിൽ 60 സെക്കൻഡും 1 മണിക്കൂറിൽ 60 മിനിറ്റുമെന്ന 60 അധിഷ്ഠിതമായ സംഖ്യാസമ്പ്രദായം അവരുടെ തലച്ചോറിൽ വിരിഞ്ഞതാണ്. ഒരു വൃത്തത്തെ 360 ഡിഗ്രിയായി തിരിക്കുന്ന ജാമിതീയ രീതിയും അവർ ലോകത്തിന് നൽകി. അവിടെയും തീരുന്നില്ല. രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ അവർ കൃത്യമായി രേഖപ്പെടുത്തി. ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് അവർ ശാസ്ത്രീയമായി കണ്ണു തുറക്കുകയായിരുന്നു. ആകാശ നിരീക്ഷണങ്ങളിൽ നിന്ന് അവർ സങ്കീർണമായ ഒരു ലൂണാർ കലണ്ടർ രൂപപ്പെടുത്തി. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വർഷത്തെ 12 മാസങ്ങളെ തിരിച്ച ആദ്യത്തെ മനുഷ്യർ അവരായിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ കമാനങ്ങളും താഴികക്കുടങ്ങളും അവർ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചു. ശാസ്ത്രവും കലയും ഒരുപോലെ അവിടെ വളർന്നു. രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള ഔഷധങ്ങളെക്കുറിച്ചും ശസ്ത്രക്രിയയെക്കുറിച്ചുമൊക്കെ വ്യക്തമായ മെഡിക്കൽ രേഖകൾ ആ കളിമൺ ഫലകങ്ങളിൽ അവർ ബാക്കിവെച്ചു. ഈ അറിവുകൾ അടുത്ത തലമുറയിലേക്ക് പകരാൻ ഭരണ സംവിധാനത്തിലെ കണക്കെഴുത്തുകാരെ ആവശ്യമായിരുന്നു. അതിനായി ഇഡൂബ എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചു. മനുഷ്യൻ്റെ യാത്ര അവിടെ ഒരു പൂർണ്ണതയിൽ എത്തുകയായിരുന്നു. അലഞ്ഞു തിരിഞ്ഞിരുന്ന ഒരു മൃഗത്തിൽ നിന്നും നക്ഷത്രങ്ങളെ നോക്കി സമയം ഗണിക്കുന്ന, അക്ഷരങ്ങൾ കൊണ്ട് ചരിത്രം എഴുതുന്ന ഒരു മഹാനഗരമായി മെസപ്പൊട്ടോമിയ ഉയർന്നു വന്നു. കാലം BC 2334. സുമേറിയൻ നഗരങ്ങൾ പരസ്പരം പോരടിച്ച് ചോരക്കളമായി മാറിയിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് സാർഗോൺ എന്ന അതിശക്തനായ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നത്. ചിതറിക്കിടക്കുന്ന നഗരങ്ങളെ മുഴുവൻ തൻ്റെ വാടൻ കീഴിൽ കൊണ്ടുവന്ന അദ്ദേഹം ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നിലേക്ക് മെസപ്പൊട്ടോമിയെ നയിച്ചു. ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യം, അക്കാദിയൻ സാമ്രാജ്യം എന്ന് ചരിത്രം അതിനെ വിളിച്ചു. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരൊറ്റ കുടക്കീഴിൽ അദ്ദേഹം അണിനിരത്തി. ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം നൽകി നിലനിർത്തുന്ന ഒരു വലിയ സ്ഥിരം സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. സുമേറിയൻ ഭാഷയ്ക്ക് പകരം അക്കാദിയൻ ഔദ്യോഗിക ഭാഷയായി മാറി. ആ സാമ്രാജ്യത്തിൻ്റെ മണ്ണിലാണ് ചരിത്രത്തിൽ ആദ്യമായി പേര് രേഖപ്പെടുത്തിയ ഒരു എഴുത്തുകാരി ജനിക്കുന്നത്, സാർഗോണിൻ്റെ സ്വന്തം മകളായ എൻഹദുവാന. അവർ കളിമൺ ഫലകങ്ങളിൽ കോറിയിട്ട വരികൾ ഇന്നും പുരാവസ്തു ഗവേഷകർക്ക് മുന്നിൽ ആ മഹാസാമ്രാജ്യത്തിൻ്റെ സാഹിത്യ നേട്ടങ്ങളായി അവശേഷിക്കുന്നു.
സാർഗോളിന്റെ അക്കാദിയൻ സാമ്രാജ്യം അതിർത്തികൾ ഭേദിച്ച് വളർന്നു. മെഡിറ്ററേനിയൻ കടൽ മുതൽ പേർഷ്യൻ ഗൾഫ് വരെയുള്ള വലിയ വാണിജ്യ ശൃംഖലകൾ അവർ വെട്ടിത്തുറന്നു. അക്കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഇന്ത്യയിൽ സിന്ധു നദീതട നാഗരികത പൂത്തുലയുകയായിരുന്നു. അക്കാദിയക്കാർ അവരെ മെലൂഹ എന്നാണ് വിളിച്ചിരുന്നത്. ആദിമ മനുഷ്യർ ഇരു നാടുകൾക്കുമിടയിലുള്ള പായ്ക്കപ്പലുകളിൽ അതിസാഹസികമായ വ്യാപാരം ആരംഭിച്ചു. സിന്ധു നദീതടത്തിൽ നിന്നുള്ള വിലപിടിപ്പുള്ള മരങ്ങളും ലോഹങ്ങളും ലാപ്പീസ് ലാസുലി പോലെയുള്ള രത്നങ്ങളും അവർ ഇറക്കുമതി ചെയ്തപ്പോൾ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങളും തുണിത്തരങ്ങളും അവർ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു. ആ മഹാസാമ്രാജ്യം 1.5 നൂറ്റാണ്ടോളം നിലനിന്നു. സർഗോളിന്റെ ചെറുമകൻ നിരം സിംഗ് സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ വീണ്ടും വിപുലീകരിച്ച് ചരിത്രത്തിലാദ്യമായി സ്വയം ഒരു ദൈവമായി പ്രഖ്യാപിച്ചു. പക്ഷേ മനുഷ്യർ എത്ര വലിയ സാമ്രാജ്യം പണിതാലും പ്രകൃതിക്ക് മുന്നിൽ അവർ നിസ്സഹായനാണ്. ശാസ്ത്രീയമായ തെളിവുകൾ വ്യക്തമാക്കുന്നത് അതികഠിനമായ കാലാവസ്ഥാ വ്യതിയാനവും നൂറ്റാണ്ടുകൾ നീണ്ട വരൾച്ചയുമാണ് ആ മഹാസാമ്രാജ്യത്തെ മണ്ണോട് ചേർത്തത് എന്നാണ്. വരൾച്ച മൂലം കാർഷിക മേഖല തകർന്നു, സാമ്പത്തിക നില കൂപ്പുകുത്തി. വിശപ്പും ദാരിദ്ര്യവും പടർന്നു പിടിച്ച ആ അരാജകത്വത്തിന്റെ നാളുകളിലാണ് കിഴക്കൻ പർവ്വതങ്ങളിൽ നിന്നും മുട്ടിയാന്മാർ എന്ന അക്രമകാരികൾ അക്കാദിയൻ സാമ്രാജ്യത്തിലേക്ക് ഇരച്ചു കയറിയത്. വലിയൊരു സാമ്രാജ്യം വീണ്ടും ചെറിയ നഗരങ്ങളായി ചിതറിത്തെറിച്ചു. എന്നാൽ സുമേരിയക്കാർ അധികകാലം ആ അടിമത്തത്തിൽ തുടർന്നില്ല. മുട്ടിയാന്മാരെ അവർ വൈകാതെ തുരത്തി ഓടിച്ചു. BC 2112 ഉർ നമു എന്ന രാജാവ് അധികാരത്തിൽ വന്നതോടെ ഉർ 3-ാം രാജവംശം അവിടെ ജനിക്കുകയായിരുന്നു. ഇത് സുമേറിയൻ സംസ്കാരത്തിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവായിരുന്നു. ചരിത്രകാരന്മാർ ഇതിനെ സുമേറിയൻ നവോത്ഥാനം എന്ന് വിളിക്കുന്നു. തന്റെ പ്രതാപം ലോകത്തെ കാണിക്കാൻ ഉർനമു ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സിഗ്രാത്ത് പണിതുയർത്തി, ദ ഗ്രേറ്റ് സിഗ്രാത്ത് ഓഫ് ഊർ. ഇന്നും ഇറാഖിന്റെ മണലാരണ്യത്തിൽ അതിന്റെ അടിസ്ഥാന അവശിഷ്ടങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നുണ്ട്. ഉർനമു വെറുമൊരു നിർമ്മാതാവ് മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത പുറത്തിറക്കിയ മഹാരാജാവായിരുന്നു. ലോകപ്രശസ്തമായ ഹിബ്രാബിയുടെ നിയമങ്ങൾക്കും 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണിത് ജനിച്ചത്. ശാരീരികമായ ക്രൂരദണ്ഡനങ്ങൾക്ക് പകരം കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായി പിഴ ഈടാക്കുന്ന അങ്ങേയറ്റം പരിഷ്കൃതമായ ഒരു നിയമവ്യവസ്ഥയായിരുന്നു അത്. സാമ്രാജ്യത്തിലുടനീളം വ്യാപാരത്തിനായി ഒരൊറ്റ അളവുതൂക്ക സംവിധാനം അദ്ദേഹം കർശനമായി നടപ്പിലാക്കി. ഭരണ സൗകര്യത്തിനായി തൻ്റെ വലിയ സാമ്രാജ്യത്തെ അദ്ദേഹം പ്രവിശ്യകളായി തിരിച്ചു. കൃത്യമായ നികുതി പിരിവിനായി രൂപീകരിച്ച ആ വിപുലമായ ഭരണ സംവിധാനത്തിൻ്റെ ലക്ഷക്കണക്കിന് കളിമൺ രേഖകളാണ് പുരാവസ്തു ഗവേഷകർ പിൽക്കാലത്ത് കണ്ടെടുത്തത്. എന്നാൽ ഇത്ര വലിയ സാമ്രാജ്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. കിഴക്ക് നിന്നുള്ള എലമൈറ്റുകളുടെ നിരന്തരമായ അക്രമങ്ങൾ ആ രാജവംശത്തിൻ്റെ വേരുകൾ അറക്കാൻ തുടങ്ങി. BC 2004 മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ അധ്യായങ്ങളിലൊന്ന്. ഇലമൈറ്റുകൾ ഊർ നഗരം ആക്രമിച്ച് പൂർണ്ണമായി അഗ്നിക്കിരയാക്കി. അതോടെ സുമേറിയൻ സാമ്രാജ്യം മാത്രമല്ല തകർന്നത്, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ സംസാരിച്ചിരുന്ന സുമേറിയൻ ഭാഷ എന്നേക്കുമായി സംസാര ഭാഷ അല്ലാതെയായി മാറി. പകരം അർക്കാദിയൻ ഭാഷ പൂർണ്ണമായും സ്ഥാനം പിടിച്ചു. മതപരമായ ചടങ്ങുകൾക്കും സാഹിത്യങ്ങൾക്കും വേണ്ടി മാത്രം സുമേറിയൻ പിന്നീട് ഉപയോഗിച്ചു പോന്നു. ഈ തകർച്ചയ്ക്ക് ശേഷം അമോറൈറ്റുകൾ എന്ന പുതിയൊരു ജനവിഭാഗം യൂഫ്രട്ടീസ് നദീതീരത്തെ ബാബിലോൺ എന്ന ചെറിയ നഗരത്തെ തങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റി. BC 1792 ബാബിലോണിലെ രാജാവായി ഹമ്മുറാബി അധികാരത്തിൽ വന്നു. ചരിത്രം വീണ്ടും തിരുത്തി എഴുതപ്പെട്ടു. അദ്ദേഹം മെസപ്പൊട്ടോമിയ മുഴുവൻ കീഴടക്കി പഴയ ബാബിലോണിയൻ സാമ്രാജ്യം സ്ഥാപിച്ചു. അങ്ങനെ അന്ന് ലോകത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നഗരമായി ബാബിലോൺ മാറി. ഹിബുറാബി എന്ന പേര് ചരിത്രത്തിൽ അനശ്വരമാക്കിയത് അദ്ദേഹത്തിൻ്റെ സൈനിക വിജയങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ നിയമസംഹിത കൊണ്ടായിരുന്നു. 282 നിയമങ്ങൾ അടങ്ങിയ സംഹിത ഒരു വലിയ ഡയോറൈറ്റ് കരിങ്കൽ രൂപത്തിൽ അദ്ദേഹം കൊത്തിവെച്ചു. ഇന്ന് പാരീസിലെ ലൂവർ മ്യൂസിയത്തിലുള്ള ആ കരിങ്കൽ സ്തൂപം യഥാർത്ഥ ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് കടുത്ത നിയമങ്ങളായിരുന്നു അത്. എന്നാൽ എല്ലാവർക്കും ഒരേ നിയമങ്ങളായിരുന്നില്ല. കുറ്റവാളികളുടെയും ഇരയുടെയും സാമൂഹിക പദവി അനുസരിച്ച് ശിക്ഷകളിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. വ്യാപാരം, വിവാഹം, സ്വത്ത് തർക്കങ്ങൾ എന്നിവയെല്ലാം അതിൽ അക്കമിട്ട് നിർത്തി. ഓരോ തൊഴിലിനും നൽകേണ്ട മിനിമം കൂലി എത്രയായിരിക്കണമെന്ന് പോലും അദ്ദേഹം നിശ്ചയിച്ചു. അതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിയമം നിർമ്മാണ മേഖലയിലായിരുന്നു. നിർമ്മിച്ച വീട് തകർന്നു വീണ് ഉടമസ്ഥൻ മരിച്ചാൽ അത് നിർമ്മിച്ചയാളെ വധിക്കണം. ഈ ഒരൊറ്റ നിയമം കാരണം അന്നത്തെ നിർമ്മാണ മേഖല ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്കായിരുന്നു. ബാബിലോണിയൻ സാമ്രാജ്യം ശാസ്ത്രത്തിൻ്റെയും ഗണിതത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു. ഹിബ്രാബിയുടെ കാലത്ത് ഗണിതത്തിലും ബീജഗണിതത്തിലും അവർ വലിയ പുരോഗതി നേടി. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് ജനിക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുള്ള സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ബാബിലോണിയക്കാർ ചെയ്തിരുന്നു. ഇത് അവരുടെ കളിമൺ ഫലകങ്ങളിൽ തെളിയിക്കുന്നവയാണ്.
എന്നാൽ ഹിബുറാബിയുടെ മരണശേഷം ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. BC 1595 അനറ്റോലിയയിൽ നിന്ന്, അതായത് ഇന്നത്തെ തുർക്കിയിൽ നിന്നുള്ള ഹൈറൈറ്റുകൾ വന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ബാബിലോണിയെ കൊള്ളയടിച്ചു. മെസപ്പൊട്ടോമിയൻ സൈന്യത്തിന് ചിന്തിക്കാൻ പോലും ആകാത്തത്ര ശക്തമായിരുന്നു അവരുടെ ആയുധങ്ങൾ. കുതിരകളെ കെട്ടിയ യുദ്ധരഥങ്ങളും ചരിത്രത്തിലാദ്യമായി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളും ഹൈറൈറ്റുകൾക്ക് വലിയ സൈനിക മേധാവിത്വം നൽകി. വെങ്കലം കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ ഇരുമ്പിന് മുന്നിൽ തോറ്റമ്പിയായ യുദ്ധത്തോടെ പഴയ ബാബിലോണിയൻ രാജവംശം പൂർണ്ണമായി അവസാനിച്ചു. ഹൈറൈറ്റുകൾ ബാബിലോണിയൻ കൊള്ളയടിച്ച് മടങ്ങിയ ശേഷം അവിടെ കസൈറ്റുകൾ ഭരണത്തിലേറി. തുടർന്നുള്ള 400 വർഷത്തോളം കസൈറ്റുകൾ ഭരിച്ചു. പഴയ മെസപ്പൊട്ടോമിയൻ സാഹിത്യങ്ങളും ശാസ്ത്രവും നശിച്ചു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ അവർ വലിയ ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇതേ സമയം വടക്കൻ മെസപ്പൊട്ടോമിയയിൽ മറ്റൊരു ശക്തി ഉദയം കൊള്ളുകയായിരുന്നു: അസീറിയക്കാർ. അശൂർ എന്ന നഗരം കേന്ദ്രീകരിച്ചു തുടങ്ങിയ അവർ സൈനിക ശക്തിയിലും വാണിജ്യത്തിലും അതിവേഗം ലോകത്തിൻ്റെ നെറുകയിലെത്തി. മധ്യ അസീറിയൻ സാമ്രാജ്യം വാസ്തുവിദ്യയിൽ പുതിയൊരു ശൈലി തന്നെ കൊണ്ടുവന്നു. തങ്ങളുടെ പടുകൂറ്റൻ കൊട്ടാരങ്ങളുടെ കവാടങ്ങളിൽ അവർ ലെമാസു എന്ന ഭീകരമായ പ്രതിമകൾ സ്ഥാപിച്ചു. മനുഷ്യൻ്റെ തലയും കാളയുടെയോ സിംഹത്തിൻ്റെയോ ശരീരവും പരുന്തിൻ്റെ വലിയ ചിറകുകളുമുള്ള ആ ശില്പങ്ങൾ തിന്മകളെ അകറ്റാൻ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന കാവൽ മാലാഖമാരാണെന്ന് അവർ വിശ്വസിച്ചു. സൈനിക ശക്തിയുടെയും ക്രൂരതകളുടെയും പര്യായമായിരുന്ന അസീറിയൻ രാജാക്കന്മാർ തങ്ങളുടെ അജേയമായ കരുത്ത് ലോകത്തെ കാണിക്കാൻ കൊട്ടാര ചുവരുകളിൽ സിംഹവേട്ടയുടെ വലിയ ചിത്രങ്ങൾ കൊത്തിവെച്ചു. വെറും കൈകൊണ്ടും കുന്തം കൊണ്ടും സിംഹങ്ങളെ കീഴടക്കുന്ന ചിത്രങ്ങൾ ഒരു രാജാവിൻ്റെ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. എന്നാൽ യുദ്ധങ്ങൾക്കൊപ്പം തന്നെ രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളും ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. ഈജിപ്ഷ്യൻ ഫറവോമാരും ബാബിലോണിയൻ രാജാക്കന്മാരും തമ്മിൽ കൈമാറിയ ചരിത്രപ്രസിദ്ധമായ കത്തുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാരാജാക്കന്മാർ പരസ്പരം സഹോദരന്മാരെന്ന് സംബോധന ചെയ്യുകയും സ്വർണവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പരസ്പരം കൈമാറുകയും ചെയ്തു. തങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന ഉടമ്പടികൾ നിലനിർത്താൻ രാജകുമാരിമാരെ അവർ പരസ്പരം വിവാഹം കഴിപ്പിച്ചു. ലോകം അത്രമേൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. പക്ഷേ കാലം മനുഷ്യരാശിക്ക് കാത്തുവെച്ചത് മറ്റൊരു വലിയ ദുരന്തമായിരുന്നു. BC 1200 കിഴക്കൻ മെഡിറ്ററേനിയയിലും പശ്ചിമേഷ്യയിലും അപ്രതീക്ഷിതമായ വലിയൊരു പ്രതിസന്ധി ആഞ്ഞടിച്ചു. ചരിത്രകാരന്മാർ ഭീതിയോടെ ഇതിനെ വെങ്കലയുഗ തകർച്ച എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരം നേരിട്ടതിന് സമാനമായി അതിഭയങ്കരമായ വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും ഈ ഭൂപ്രദേശങ്ങളെയും വിഴുങ്ങി. കാർഷിക വിളവെടുപ്പ് പൂർണ്ണമായി തകർന്നു. രാജ്യങ്ങളിൽ വലിയ ക്ഷാമം പടർന്നു പിടിച്ചു. വിശപ്പും അരാജകത്വവും പടരുന്നതിനിടയിൽ സീ പീപ്പിൾസ് എന്നറിയപ്പെടുന്ന എവിടെ നിന്നോ വന്ന ഒരു കൂട്ടം അജ്ഞാത കടൽക്കൊള്ളക്കാർ തീരദേശത്തിലെ നഗരങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് നശിപ്പിച്ചു. സാമ്രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ശക്തമായ അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖലകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. അതിശക്തമായിരുന്ന ഹൈറൈറ്റ് സാമ്രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയായി. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന് കനത്ത പ്രഹരമേറ്റു. ബാബിലോണിലെ പ്രബലമായ കസൈറ്റ് രാജവംശം എലമേറ്റുകളുടെ അക്രമത്തിൽ തകർന്ന് തരിപ്പണമായി. പ്രതാപത്തോടെ നിലനിന്നിരുന്ന വെങ്കലയുഗം അവിടെ അവസാനിക്കുകയായിരുന്നു. മഹത്തായ ഒരു നാഗരികതയുടെ ഉദയവും അസ്തമയവും ഇവിടെ പൂർണ്ണമായിരിക്കുന്നു.